കഴിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് ഫേസിൽ പിമ്പിൾ വരാറുണ്ടോ? മുട്ട ഇഷ്ടമായിട്ടും ഈ പിമ്പിൾ എന്ന ഒറ്റ റീസൺ കാരണം മുട്ട കംപ്ലീറ്റ്ലി ഒഴിവാക്കിയ ആൾക്കാരാണോ? എന്തിനാ നിങ്ങൾ അത് മുട്ട ഒഴിവാക്കുന്നത്? ഈ പിമ്പിൾ വരാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെ എന്തുകൊണ്ടാണ് പിമ്പിൾ വരുന്നത് എന്ന് നോക്കിയിട്ടുണ്ടോ? മുട്ട കഴിക്കണം, എന്നാൽ കുരു വരരുത്. എഗ്ഗ് നമ്മുടെ സ്കിന്നിന് വളരെ മോശമായിട്ടുള്ള കാര്യമല്ല. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അപർണ. വെൽക്കം ബാക്ക് ടു ആപ്സ് ക്ലബ്. എനിക്ക് ഇത്രയും ആൾക്കാർക്ക് മുട്ട കഴിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് ഞാൻ എന്റെ ഹെയറിന്റെ വീഡിയോ ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഹെയറിന്റെ വീഡിയോയും അതുപോലെ തന്നെ അതിന് ബെറ്റർ ആവുന്ന ഫുഡ് ഐറ്റംസിന്റെ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ താഴെ കുറെ കമന്റും എനിക്ക് DM വന്നിരിക്കുന്ന ഒരു കാര്യം, ചേച്ചി മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹെയറിന് നല്ലതാണ്, പക്ഷെ മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫേസിൽ പിമ്പിൾ വരും, അതുകൊണ്ട് തന്നെ മുട്ട അല്ലാണ്ട് വേറെ എന്തെങ്കിലും പറഞ്ഞു തരാൻ വേണ്ടി പറ്റുമോ? ഇത് കുറെ ആൾക്കാർ എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾ വരാനുള്ള റീസണും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് എല്ലാവർക്കും പിമ്പിൾ വരുന്നില്ല, നിങ്ങൾക്ക് മാത്രം പിമ്പിൾ വരും, അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് മാത്രം പിമ്പിൾ വരുന്നു, അപ്പം അതിനുള്ള റീസണും പിന്നെ അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഇത് ഒഴിവാക്കാം, മുട്ട കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ പിമ്പിളിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതെല്ലാം ഞാൻ നമുക്ക് പറയാൻ വേണ്ടി പോകണം. മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് പിമ്പിൾ വരും, പക്ഷേ നിങ്ങളെ കൂട്ടുകാരന് വരുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് വരുന്നുള്ളൂ, കുറെ മെജോറിറ്റി ആൾക്കാർക്ക് വരുന്നില്ല. കാരണം ഞാൻ മുട്ട കഴിക്കുന്നുണ്ട്, നല്ല രീതിക്ക് മുട്ട കഴിക്കുന്ന ഒരാളാണ്, എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പിമ്പിൾ വരാറില്ല. പക്ഷേ എനിക്കറിയാവുന്ന ഫ്രണ്ട്സ്, എന്റെ ചേച്ചി, അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് മുട്ട കഴിച്ചാൽ പിമ്പിൾ പെട്ടെന്ന് വരും, നെക്സ്റ്റ് ഡേ തന്നെ വരും. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ എന്തിനാ മുട്ട ഒഴിവാക്കുന്നത് എന്നൊക്കെ എനിക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ മുട്ട ഒഴിവാക്കുന്നത് സ്പെസിഫിക് റീസൺ ഉണ്ട്. കാരണം വരുന്ന പിമ്പിള് ചെറിയ പിമ്പിൾ ആയിരിക്കില്ല, അത്യാവശ്യം വലിയ പിമ്പിൾ ആയിരിക്കും, അതുപോലെ തന്നെ നല്ല വേദന ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് മുട്ട കഴിച്ചുകൊണ്ട് തന്നെ ഈ പിമ്പിൾ എങ്ങനെ വരാതിരിക്കാം അത് നമുക്ക് നോക്കാം. ആൻഡ് നെക്സ്റ്റ് കാര്യം, നിങ്ങൾക്ക് ഒരാൾക്കല്ല പിമ്പിൾ വരുന്നത്, ഇത് കുറെ ആൾക്കാർക്ക് വരുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മുട്ടയെ കുറ്റം പറയണ്ട, അല്ലെങ്കിൽ ഞാൻ മുട്ട എനിക്ക് അലർജിയാണ്, അത് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മുട്ട എനിക്ക് അലർജിയാണ്, അപ്പൊ വേറെ എന്തെങ്കിലും വേണം. മുട്ട നമുക്ക് ശരിക്കും അലർജി അല്ല, മുട്ടയല്ല അവിടെ പ്രശ്നക്കാരൻ, നമ്മളുടെ ബോഡിയാണ് അതിന് റിയാക്ട് ചെയ്യുന്നത്. അതായത് ബോഡി സെൻസിറ്റീവ് ബോഡി ആയിട്ടുള്ള ആളുകളിലാണ് ഈ മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾ വരുന്നത് ഉണ്ടാവുക. ഇപ്പൊ ജിമ്മിൽ പോകുന്നവര് അല്ലെങ്കിൽ ഡയറ്റ് എടുക്കുന്നവര്, അവർക്കൊക്കെ പ്രോട്ടീന് വേണ്ടിയിട്ട് അവർക്ക് മുട്ട ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് മുട്ട കഴിച്ച കുഴപ്പം വരുന്നില്ല. അല്ലെങ്കിൽ ഞാനും ജിമ്മിൽ പോകുന്നുണ്ട്, എനിക്കും ഡയറ്റ് കീപ്പ് ചെയ്യണം, പക്ഷെ ഞാൻ മുട്ട കഴിക്കുമ്പോൾ എനിക്ക് നെക്സ്റ്റ് തന്നെ പിമ്പിൾ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രോട്ടീൻ എന്റെ ഹെൽത്തിന് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷൻസ് ഉണ്ടാവും. ഈ മുട്ട അതായത് അത്ര ഇമ്പോർട്ടന്റ് ആണ് മുട്ട എന്ന് നമ്മൾ ജിമ്മിലുള്ള ട്രെയിനേഴ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഹെയറിന്റെ വീഡിയോ ചെയ്തപ്പോഴും അവർക്കൊക്കെ ഭയങ്കര കൺസേൺ അതാണ്, മുട്ട ഇത്ര ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ എനിക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ ഞാൻ മുട്ട ഇഷ്ടമല്ലായിട്ടാണ്. കുറെ ആൾക്കാർ കേടിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ മുട്ടയുടെ ടേസ്റ്റ് കുറെ ആൾക്കാർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അല്ല, മുട്ടയുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്, മുട്ട എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ പിമ്പിൾ വരും. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ മെയിൻലി ചെയ്യുന്നത്. ബിക്കോസ് ഇഷ്ടമുള്ളൊരു കാര്യം, നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഒരു ചെറിയ പിമ്പിൾ വരുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ പിമ്പിൾ നമുക്ക് ഒഴിവാക്കാം, മുട്ട നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യാം. ചില ആൾക്കാര് ഡെയിലി 3 മുട്ട വെച്ച് കഴിക്കും, പക്ഷെ അതിന്റെ അളവ് വളരെ കുറച്ച്, അതായത് ഒരു മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾ വരുമെങ്കിൽ നമ്മൾ ആക്ച്വലി അതിന്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുന്നേ, നിങ്ങൾ കംപ്ലീറ്റ്ലി എഗ് ഒഴിവാക്കുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മുട്ട കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നതിനുള്ള കാരണം എന്താണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിന് നമ്മളെ ബോഡിയെ മുട്ടയായിട്ട് അങ്ങ് എങ്ങനെ ഇണക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾ വരാനുള്ള ആദ്യത്തെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ മുട്ടയിലെ എഗ് യോക്കിനുള്ളിൽ ഹോർമോൺ ഉണ്ട്. അപ്പം ആ ഹോർമോണ് നമ്മളെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഹോർമോണുമായിട്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾക്ക് പ്രൊജസ്ട്രോൺസിന്റെ മോളിക്യൂൾസ് നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് രൂപപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ബോഡിയിൽ ഓയിൽ കണ്ടന്റ് കൂടും. അപ്പം നമ്മൾക്ക് ഓയിൽ കണ്ടന്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഫേസിലെ പോർസിലൊക്കെ നിന്ന് ബ്ലോക്ക് ആകുന്നു, അവിടെ അത് പിമ്പിൾ ആയിട്ട് രൂപപ്പെടുന്നു. അതായത് നമ്മളെ ശരീരത്തിലുള്ള ഓയിൽ കണ്ടന്റ് ഈ എഗ് യോക്ക് കാരണം കൂടുന്നുണ്ട്. സോ അതാണ് പിമ്പിൾ വരാനുള്ള ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത്. സെക്കൻഡ് റീസൺ, ബയോട്ടിന്റെയും വിറ്റാമിൻ B5 ഇൻബാലൻസ് ആണ്. അതായത് മുട്ടയില് ബയോട്ടിൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹെയർ വീഡിയോയില് മുട്ട നിങ്ങൾക്ക് റെഫർ ചെയ്തിരുന്നത്. അപ്പം ബയോട്ടിൻ കൂടുന്ന സമയത്ത് തന്നെ കൂടുതലായതുകൊണ്ട് തന്നെ ചിലരുടെ ബോഡിയിൽ ഇത് മുട്ട അക്സെപ്റ്റ് ചെയ്യാത്ത ബോഡികളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ബയോട്ടിൻ നമ്മുടെ ശരീരത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ B5 ഉൽപാദനം കുറയും. അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കലി വൈറ്റമിൻ B5 എന്താവുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നു, അതിന്റെ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ കുറയും. അത് കുറയുന്ന സമയത്ത് തന്നെ B5 ആണ് നമ്മളുടെ ശരീരത്തിലെ ഓയിൽ കണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നാച്ചുറൽ ഓയിൽ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ ഓയിൽ ഈ B5 ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ബയോട്ടിൻ കൂടുതൽ എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് B5 എന്താവുന്നില്ല, ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ ശരീരത്തിലുള്ള ഓയില് നോർമലിൽ നിന്നും കൂടുന്നു. അപ്പൊ ഓയിൽ കണ്ടന്റ് കൂടുന്ന സമയത്ത് ഒബ്വിയസ്ലി അതെന്താകും,
പിമ്പിൾ രൂപപ്പെടും. ദിസ് ഇസ് ദ സെക്കൻഡ് റീസൺ. അതുകൊണ്ട് തന്നെ B5ന്റെ ഉത്പാദനം കുറയുന്നു, ഓയിൽ കൂടുന്നു, പിമ്പിൾ രൂപപ്പെടുന്നു. ആൻഡ് നമുക്ക് ഇതിനെ അലർജി എന്ന് വിളിക്കാൻ വേണ്ടി പറ്റില്ല, അത് ഇൻബാലൻസ് ആണ്, നമ്മുടെ ബോഡിയിലുള്ള ഇൻബാലൻസിംഗ് ആണ്. തേർഡ് റീസൺ ഈസ് എഗ് സെൻസിറ്റിവിറ്റി ഓർ ഇൻടോളറൻസ്. ചില ആൾക്കാരിലെ എഗിന്റെ ഡൈജഷൻ ടോളറേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ അവർക്ക് ആ ഒരു എഗിന് ഡൈജഷൻ നടന്നിട്ടില്ല എങ്കിലും വയറിന് സ്റ്റൊമക്കിന് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഫോം ആവുന്നു, അത് നമ്മൾക്ക് ആക്നെ ആയിട്ട് അല്ലെങ്കിൽ മുഖക്കുരുകളായിട്ട് രൂപപ്പെടുന്നു. ഇതാണ് തേർഡ് റീസൺ. മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ മുഖത്ത് ഭയങ്കര വേദനയുള്ള മുഖക്കുരുകൾ വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇതാണ് മെയിൻലി നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത് കേട്ടോ. 1-2 ദിവസത്തിനുള്ളിൽ ഭയങ്കര പെയിൻ ആയിട്ടുള്ള മുഖക്കുരു വരുവാണെങ്കിൽ. ദ ഫോർത്ത് റീസൺ എന്ന് പറയുന്നത് അതിന് കാരണം എഗ് അല്ല, അത് കുക്കിംഗ് പ്രോസസ്സാണ്, കുക്കിംഗ് സ്റ്റൈലാണ് കാരണമായിട്ട് വരുന്നത്. അതായത് നമ്മൾ ബട്ടർ അല്ലെങ്കിൽ ഭയങ്കര ഓയിൽ, നല്ല ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ഈ എഗ്ഗ് കുക്ക് ചെയ്യുന്നതെങ്കിൽ അതില് എഗ്ഗിലുള്ള ഹോർമോണില് വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഓയിലും നമ്മൾ അതല്ലാണ്ട് ഈ എഗ്ഗ് കുക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന ഓയിലും ഇതെല്ലാം നമ്മുടെ വയറ്റിലേക്ക് എത്തിയിട്ട് നമ്മുടെ ശരീരത്തിലെ ഓയിൽ കണ്ടന്റ് കൂടുന്നു, അത് മുഖക്കുരുകളായിട്ട് കാരണപ്പെടും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എഗ്ഗ് മാക്സിമം സ്റ്റീം ചെയ്തിട്ട് കഴിക്കുക. അതായത് പുഴുങ്ങിയ മുട്ട അല്ലെങ്കിൽ പോഷി എഗ്സ് ഒക്കെ അല്ലേ, അതൊക്കെ കഴിക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഏത് ടൈപ്പ് ഓഫ് ആളുകളിലാണ് മുഖക്കുരുകൾ വരുന്നതെന്ന് നമുക്ക് നോക്കാം. മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ആളുകള് ഓൾറെഡി നമ്മളെ ഓയിലി സ്കിൻ ആണെങ്കിൽ അവർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഹോർമോണൽ ഇൻബാലൻസ് ഉള്ളവരാണ് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ടീനേജ് ഏജിലേക്ക് കടക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒബ്വിയസ്ലി ഈ ഒരു ഹോർമോണൽ ഇൻബാലൻസ് നമ്മുടെ ബോഡിയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവർക്കും മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് വരാൻ ചാൻസസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓവറായിട്ട് സ്ട്രെസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് വരും. കാരണം അതൊക്കെ നമ്മളുടെ മൈൻഡിനെ, ഞാൻ ഓൾറെഡി നമ്മളുടെ ഹെയറിന്റെ വീഡിയോ ആണെങ്കിലും സ്ട്രെസ് ഒരു മെയിൻ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ PCOS ഉള്ള ആൾക്കാരിലും മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾ വരും. അതല്ലാതെ മുട്ട കഴിച്ചാൽ എല്ലാവർക്കും പിമ്പിൾ വരില്ല. ഈ ഒരു 5 കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് മുട്ട കഴിച്ചാൽ മെയിൻ ആയിട്ട് പിമ്പിൾസ് വരും. നമ്മളുടെ ബോഡിയിൽ മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾ വരുന്ന ഒരു ബോഡിയാണോ ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ബോഡി ഈ പറയുന്ന കാറ്റഗറിയിലെല്ലാം വരുന്ന ബോഡിയാണോ, മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിമ്പിൾ വരുമോ എന്ന് നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു 3 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, 3-4 ദിവസം മുട്ട കംപ്ലീറ്റ്ലി ഒഴിവാക്കുക, കഴിക്കാതിരിക്കുക. എന്നിട്ട് 5-ാമത്തെ ദിവസമോ 4-ാമത്തെ ദിവസമോ നിങ്ങൾ മുട്ട കഴിച്ചു നോക്കുക. അതിനുശേഷം ഒരു 1-2 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ ഫേസിൽ ചെറിയ കുരുവോ അല്ലെങ്കിൽ വലിയ കുരുവായിട്ടോ പിമ്പിൾസ് രൂപപ്പെടുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഈ കാറ്റഗറിയിൽ പറയുന്ന സ്കിന്നാണ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ട്രിഗർ ചെയ്യപ്പെടുന്നുണ്ട്. ഈ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്ത് ഓൾറെഡി പിമ്പിൾസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊരു ഫോട്ടോ എടുത്ത് വെക്കുക. അതായത് നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഒരു 3 to 4 ദിവസം കഴിഞ്ഞിട്ട് പുതിയതായിട്ട് പിമ്പിൾസ് വരുന്നുണ്ടോ എന്നും കൂടി നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, 24 to 40 hours നിങ്ങൾ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്തിട്ട് ഇഫ് യെസ് ഒരു ചെറിയ കുരുവെങ്കിൽ രൂപപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് എഗ്ഗുമായിട്ട് സെൻസിറ്റിവിറ്റി ഉണ്ട് എന്ന് കൺഫേം ആക്കാം. ആൻഡ് നമ്മൾ ബാക്കി പറയുന്ന റീസൺസ് നിങ്ങളും കൂടി ഫോളോ ചെയ്യാം. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞു എങ്ങനെയാണ് എഗ്ഗ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കിന്ന് റിയാക്ട് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ആൾക്കാർക്കാണ് സ്കിന്ന് റിയാക്ട് ചെയ്യുന്നത് എല്ലാം ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട കഴിക്കണം എന്നാൽ കുരു വരരുത്, അതല്ലേ? എങ്ങനെയാണ് മുട്ട കഴിച്ചുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ കുരു വരാതിരിക്കുക അല്ലെങ്കിൽ പിമ്പിൾസ് ജനറേറ്റ് ചെയ്യാതിരിക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, റിമൂവ് ദ എഗ് യോക്ക്. മുട്ട കഴിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു യോക്കിലാണ് ഹോർമോൺസ് രൂപപ്പെടുന്നത്, അതുകൊണ്ട് തന്നെ യോക്ക് നമ്മളെടുത്ത് റിമൂവ് ചെയ്യാം. അങ്ങനെയാവുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടോ എന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇപ്പം നമ്മൾ എഗ് പ്രിവെൻഷൻസ് നോക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു 3 to 4 days നിങ്ങൾ നോക്കിയിട്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിന് അത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ ഒരു 3-4 ദിവസം നിങ്ങൾ എഗ് വൈറ്റ് എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. 3 to 4 days എഗ് വൈറ്റ് ഇൻക്ലൂഡ് ചെയ്യുക, യോഗ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. എന്നിട്ട് നിങ്ങളുടെ സ്കിന്ന് ക്ലിയർ ആണ്, കുഴപ്പമൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് എഗ് വൈറ്റിന് കുഴപ്പമില്ല, നിങ്ങൾക്ക് എഗ് യോക്കാണ് നിങ്ങളുടെ റീസൺ, പിമ്പിൾ വരാനുള്ള റീസൺ എഗ് യോക്കാണ്. സോ സ്കിപ്പ് ചെയ്തേക്കാം. ദ സെക്കൻഡ് പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഓംലെറ്റ്, ബുൾസൈ അങ്ങനത്തെ ഓയിലിൽ കുക്ക് ചെയ്തിട്ടുള്ള എഗിന്റെ ഫോമുകളെല്ലാം നിങ്ങൾ ഒഴിവാക്കുക. നോ ബട്ടർ, ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ, ഏത് ടൈപ്പ് ഓയിൽസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഫ്രൈ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നതെങ്കിലും അത് നിങ്ങൾ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് ബോയിൽഡ് എഗ് അല്ലെങ്കിൽ പോഷ് എഗ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ കഴിച്ചിട്ട് നിങ്ങൾക്ക് ഒരു 2 to 3 days നോക്കുക. പിമ്പിള് വരുന്നില്ല എങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന കുക്കിംഗ് സ്റ്റൈലിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പിമ്പിൾസ് രൂപപ്പെടുന്നുണ്ടാവുക. തേർഡ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യാം. ഇപ്പൊ എനിക്ക് നോർമലി കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഡെയിലി ഇപ്പൊ 2-3 എഗ് കഴിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രിഗറിങ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾട്ടർനേറ്റീവ് ഡേയ്സിലേക്ക് ആക്കാം. വീക്കിലി നിങ്ങൾ 3 or 4 എന്ന രീതിക്ക് ആക്കാം, ഡെയിലി അല്ല വീക്കിലി. അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ബോഡിയിലെ നാച്ചുറൽ
B5-നെയും ഇതിലെ ബയോട്ടിനെയും കൺട്രോൾ ചെയ്യുന്ന രീതിക്ക് ബോഡിക്ക് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ബയോട്ടിൻ ഉത്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ ഡെയിലി എഗ് കഴിക്കുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്യുക, B5-ന്റെ ഉത്പാദനം കംപ്ലീറ്റ് കുറയുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പിമ്പിൾസ് വരുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഡെയിലി എഗ് കഴിക്കുന്നത് നിർത്തിയിട്ട് ഓരോ ദിവസം ഇടവിട്ട് കഴിക്കാം. വീക്കിലി ഒരു 3 to 4 days ആണ് ഞാൻ പറയുന്നത്. അത് അപ്പം ഈ തിങ്കൾ മുതൽ ഞായർ വരെ ഉള്ളതിൽ അടുപ്പിച്ച് 4 ദിവസമല്ല, ഓൾട്ടർനേറ്റീവ് ഡേയ്സ്. ശ്രദ്ധിക്കേണ്ടത് അതാണ്, ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ടാണ് കഴിക്കേണ്ടത്. നിങ്ങൾ അടുപ്പിച്ച് കഴിച്ച മുഖത്ത് കുരു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കമന്റ് ഇടരുത് കേട്ടോ. നെക്സ്റ്റ്, ബാലൻസ് വിത്ത് വാട്ടർ ആൻഡ് വെജിറ്റബിൾസ്. എഗ് പ്ലസ് ഡീഹൈഡ്രേഷൻ ആവുകയാണെങ്കിൽ അത് നമ്മുടെ ബോഡി വേറെ രീതിക്ക് റിയാക്ട് ചെയ്യുന്നു, പിമ്പിൾസ് ആയിട്ട് രൂപപ്പെടും. അതുകൊണ്ട് തന്നെ എഗ് പ്ലസ് ഹൈഡ്രേറ്റഡ് ബോഡി ആണ് ആക്നെ വരാതിരിക്കാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഈ നല്ല അളവിൽ വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം. അത് പിമ്പിളിനൊന്നല്ല, നമ്മളുടെ ഒരു കംപ്ലീറ്റ്ലി ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാനും ഹൈഡ്രേഷൻ പ്രോസസ്സും നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഡെയിലി വെള്ളം ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. ആൻഡ് നെക്സ്റ്റ്, ഇനിയിപ്പോൾ വെള്ളം കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം അങ്ങനെ കുടിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അത് ഫ്രൂട്ട്സ് ആയിട്ടോ വെജിറ്റബിൾസ് ആയിട്ടോ അതിൻ്റെതായ ഫോമിൽ കുക്കുംബർ അല്ലെങ്കിൽ വാട്ടർ മെലൺ ഒക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ആക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഫേസിൽ ആക്നെസ് വരത്തില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർസ്, അത് ആന്റി ഓയിൽ സ്കിൻ കെയർസ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ നമ്മളുടെ പില്ലോ കവേഴ്സ് നിങ്ങൾ ഒരു റെഗുലർ ആയിട്ടുള്ള സൈക്കിളിൽ മാറ്റുക. ഓരോ ദിവസം ഇടവിട്ടിട്ടൊക്കെ നിങ്ങൾ പില്ലോ കവേഴ്സ് മാറ്റുക. കാരണം പില്ലോ കവേഴ്സ് ഡേർട്ടി ആവുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ഫേസിന് അത് നല്ലതല്ല. പിന്നെ ഫേസ് വാഷ് ചെയ്യാം, പക്ഷെ ഒരുപാട് തവണ വാഷ് ചെയ്യരുത്. ആവശ്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ദിവസം പുറത്തൊക്കെ വെളിയിലൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിലൊക്കെ വാഷ് ചെയ്യാം. പക്ഷെ ചിലർക്കുണ്ടല്ലോ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് ഇടക്കിടക്കൊന്നും പോയി മുഖം കഴുകി നല്ല തോർത്തൊക്കെ വെച്ചിട്ട് റബ്ബ് ചെയ്തിട്ട് നമ്മളെ സ്കിൻ ആക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അതിന് അതിന്റേതായ രീതിക്ക് റിയാക്ഷൻസ് ഉണ്ടാകും. നമ്മൾ യൂസ് ചെയ്യുന്ന ടവൽ, ഫേസിന് യൂസ് ചെയ്യുന്ന ടവൽ സെപ്പറേറ്റ് ടവൽ കീപ്പ് ചെയ്യുക. നമ്മൾ ഹെയറിന് യൂസ് ചെയ്യുന്ന സെയിം ടവൽ നിങ്ങൾ ഫേസിന് യൂസ് ചെയ്യരുത്, അതും നല്ലതല്ല. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് പിമ്പിൾസിൽ നിന്നും കംപ്ലീറ്റ്ലി ഒരു മോചനം കിട്ടും. ആൻഡ് എഗ് ട്രിഗർ ചെയ്യുന്നതിന്റെ കാരണങ്ങൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ആ രീതിക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കും. എഗ് നമ്മുടെ സ്കിന്നിന് വളരെ മോശമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ എഗ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾ വരും എന്നൊരു റീസൺ ഉള്ളതുകൊണ്ട് നിങ്ങൾ എഗ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യരുത്. സോ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യുക. ഫുഡില് അത് പിമ്പിളിന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. എഗ് കഴിക്കുന്ന ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും എഗ് കഴിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ യോക്ക് മാറ്റിയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ കുക്ക് ചെയ്യണ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഒരു രീതിക്ക് കുക്ക് ചെയ്ത് നോക്കുക. ബിക്കോസ് നമ്മളുടെ ഈ എഗ് കഴിച്ചിട്ടുണ്ടെങ്കിൽ മുഖക്കുരു വരാനുള്ള കാരണം എഗ് അല്ല, നമ്മുടെ ബോഡിയുടെ സെൻസിറ്റിവിറ്റിയാണ്. ആ സെൻസിറ്റിവിറ്റി അറിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. എഗ് കഴിച്ചിട്ട് പിമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രോബ്ലം എഗ് അല്ല, നമ്മളെ ബോഡി നമ്മളോട് എന്തോ പറയാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ചെറിയ സിംറ്റം ആയിട്ട് എടുത്താൽ മതി. അതായത് നമ്മുടെ ബോഡിയിൽ എന്തോ ഒരു ഇംബാലൻസിങ് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി എന്തോന്നുണ്ട്. സോ അത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ബോഡി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേ പിമ്പിൾ ആയിട്ടും അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരിക്കല്ലോ. അത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, അത് അഡ്ജസ്റ്റ് ചെയ്യുക. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുക, അത് പ്രിവെന്റ് ചെയ്തുകൊണ്ട് നമ്മളെ ഹെൽത്തി ബോഡി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ആക്കാൻ വേണ്ടി നോക്കുക. അതല്ലാണ്ട് എഗ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു അൺഹെൽത്തി ബോഡി എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വെജിറ്റേറിയൻസ് ഒന്നും എഗ് കഴിക്കുന്നില്ല, അതൊരു പോയിന്റ് ആണ്. പക്ഷേ ഇഷ്ടമുള്ളവർ അല്ലെ എഗ് കഴിച്ചുകൊണ്ടിരുന്നവർ ഈ ഒരു പിമ്പിൾ എന്നൊരു ഇഷ്യൂ കാരണം എഗ് സ്റ്റോപ്പ് ആക്കരുത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ടുള്ള പ്രോട്ടീൻ നിങ്ങളുടെ ശരീരത്തിൽ എടുത്തിരിക്കണം. നമുക്ക് പ്രോട്ടീൻ എന്ന് പറയുന്ന സമയത്ത് ഒബ്വിയസ്ലി ഈ ഹെൽത്ത് നോക്കുന്ന ആൾക്കാർ, ഹെയർ നോക്കുന്ന ആൾക്കാർ, സ്കിന്ന് നോക്കുന്ന ആൾക്കൊക്കെ പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്നത് എഗ് ആണ്. സോ ആ എഗ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മുഖക്കുരു കാരണം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എഗ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ നിങ്ങളെ ശരീരത്തിലുള്ള സെൻസിറ്റിവിറ്റി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. സോ ആ സെൻസിറ്റിവിറ്റി മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഒരു പ്രിവെൻഷൻ എടുക്കാനും അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിലും. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രിവെൻഷൻസ് എല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ട് നിങ്ങൾക്ക് മുഖക്കുരു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം, ഞാൻ അതിനൊന്നും പറയില്ല. പക്ഷേ നിങ്ങൾ ഒരു മുഖക്കുരു വന്നു എന്ന റീസൺ, മുഖക്കുരു വന്നുകൊണ്ടിരിക്കുന്നു എന്ന റീസൺ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. അത് വേറെ മെത്തേഡിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ, അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് മുഖക്കുരു വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇനി വരുന്നില്ല എങ്കിൽ ഈ മെത്തേഡ് ഏതാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയത് അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ
നിങ്ങൾക്ക് എഗ്ഗ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾ വരുന്ന ആളുകളിൽ ഉള്ളതാണോ, അല്ലെങ്കിൽ ഇതല്ലാണ്ട് എഗ്ഗും പിമ്പിളും തമ്മിൽ നിങ്ങൾക്ക് വേറെ വല്ലതും അറിയാമെങ്കിലും, അതുമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് DM ചെയ്യുക. എന്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെക്കാം. പിന്നെ എഗ്ഗ് ഹെയറും തമ്മിലുള്ള റീസണെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുക, മസ്റ്റ് ആയിട്ട് അക്കൗണ്ടിൽ പോയിട്ട് ആ ഒരു വീഡിയോ കാണണം ആൻഡ് അഭിപ്രായങ്ങൾ പറയണം. ഇതുപോലെ തന്നെ എഗ്ഗ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾ വരുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും നിങ്ങൾക്ക് പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.